ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18. സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 76. രാജൻ സംസ്മൃത്യ സംവാദം ഇമമദ്ഭുതം കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമി ച മുഹുർമുഹുഃ. വിവർത്തനം. കൃഷ്ണാർജുനന്മാരുടെ അത്ഭുതകരമായ ഈ പുണ്യസംവാദം വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ഞാൻ അനുനിമിഷം ആനന്ദപുളകിതനാകുന്നു രാജാവേ. ഭാവാർത്ഥം: ഈ കൃഷ്ണാർജുന സംവാദം ശ്രദ്ധിച്ചു കേൾക്കുന്നവർ പുണ്യവാന്മാരാകും. അയാൾക്ക് അത് ഒരിക്കലും മറക്കാനാവില്ല. അത്രയും ആധ്യാത്മികമാണ് ഗീതാജ്ഞാനം. ആധ്യാത്മിക ജീവിതത്തിൻ്റെ അതീന്ദ്രിയാവസ്ഥയാണത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ശരിയായ സ്രോതസ്സിൽ നിന്ന്, ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ഗീതോപദേശം സിദ്ധിച്ചവന് പൂർണ്ണമായ കൃഷ്ണാവബോധമുദിക്കും. തത്ഫലമായി അയാൾക്ക് ജ്ഞാനം വർദ്ധിച്ചു വരും. നൈമിഷികമായല്ല, നിരന്തരമായി തന്നെ ജീവിതാനന്ദം അനുഭവപ്പെടുകയും ചെയ്യും. ശ്ലോകം 77. തച്ച സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേഃ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ പുനഃ. വിവർത്തനം. അല്ലയോ രാജാവേ, കൃഷ്ണന്റെ അദ്ഭുതാവഹമായ ആ രൂപം ഓർക്കും തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു, വീണ്ടും വീണ്ടും സന്തോഷമുണ്ടാകുന്നു. ഭാവാർത്ഥം: അർജുനൻ ദർശിച്ച വിശ്വരൂപം വ്യാസന്റെ പ്രസാദത്താൽ സഞ്ജയനും പ്രത്യക്ഷമായിരുന്നു എന്നിവിടെ വ്യക്തമാണ്. കൃഷ്ണൻ ഈ രൂപം മുമ്പൊരിക്കലും പ്രദർശിപ്പിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അർജുനനു വേണ്ടി മാത്രം കാണിച്ചതാണെങ്കിലും കൃഷ്ണന്റെ വിശ്വരൂപം അതേസമയം മറ്റു ചില ഭക്തജനങ്ങൾക്കും കാണാൻ സാധിച്ചിരുന്നു. അവരിൽ ഒരാളാണ് വ്യാസൻ. മഹാഭക്തനായ അദ്ദേഹം കൃഷ്ണന്റെ മറ്റൊരു ശക്തിമത്തായ അവതാരവുമാണ്. സഞ്ജയൻ കണ്ടതും വീണ്ടും വീണ്ടും ഓർമ്മിച്ച് ആനന്ദം കൊള്ളുന്നതുമായ വിശ്വരൂപം തനിക്കും ദൃശ്യമായിരുന്നുവെന്ന് തൻ്റെ ആ ശിഷ്യനെ വ്യാസൻ അറിയിക്കുകയുണ്ടായി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.